ഹായ് ഹലോ എല്ലാവർക്കും അച്ചുമൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഹെയർ മസാജിങ് വീഡിയോയുമായിട്ടാണ്. അപ്പോൾ എൻ്റെ മുടി ഇത്രത്തോളം നല്ലതുപോലെ വളരാനായിട്ട് തുടങ്ങിയത് ഹെയർ മസാജിങ്ങിലൂടെയാണ്. അപ്പം ഞാൻ ചെയ്യുന്ന ഹെയർ മസാജിങ്ങാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് നമ്മുടെ കൈവിരലുകൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഹെയർ മസാജിങ്ങാണ്. അപ്പം മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഹെയർ മസാജിങ് ചെയ്യാനായിട്ട് ഒരുപാട് പ്രോഡക്റ്റ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ വിരലുകൾ വെച്ചിട്ട് മാത്രം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മസാജിങ്ങാണ് കാണിക്കുന്നത്. അത് നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരൊക്കെ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. മുടി നല്ലതുപോലെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മുടെ കൈ വിരലുകൾ വെച്ചിട്ടാണ് നമ്മളിന്ന് മസാജ് ചെയ്യാൻ പോകുന്നത്. ഒരിക്കലും നെയിൽസ് ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്യാൻ പാടില്ല. നമ്മൾ നെയിൽസ് ഉപയോഗിച്ച് മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൻ്റെ തൊലിയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് അത് ഇൻഫെക്ഷൻ ആകും. അപ്പം നമ്മൾ എപ്പോഴും മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ കൈ വിരലുകൾ വെച്ചിട്ട് മാത്രം മസാജ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ കൈ വിരലുകൾ വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയുടെ കെട്ടൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. നല്ലതുപോലെ കൈ വെച്ചിട്ട് കെട്ട് മാറ്റി, അതേപോലെ പല്ലകലമുള്ള ചീപ്പ് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചീകി കൊടുക്കണം. അതിനുശേഷം വേണം മസാജിങ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതേപോലെ നമ്മൾ നെയിൽസ് ഉപയോഗിച്ചിട്ട് മസാജൊക്കെ ചെയ്ത് കൊടുത്താൽ ഒരിക്കലും മുടിയൊന്നും വളരാൻ പോകുന്നില്ല. നമ്മുടെ വിരലുകൾ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ സ്കാൽപ്പിലും മുടിയിലും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഡെയിലി മസാജ് ചെയ്ത് കൊടുക്കണം. ഒരു ദിവസം ചെയ്തിട്ട് പിന്നീട് ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ ചെയ്തിട്ട് മുടി വളരുകയുമില്ല. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഡെയിലി ചെയ്ത് കൊടുക്കുക. അതേപോലെ മസാജ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ മുഴുവനായിട്ട് മുടി ഇട്ടിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഒന്നോ രണ്ടോ ഭാഗങ്ങളായിട്ട് വേർതിരിച്ചതിന് ശേഷം മസാജ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണോ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇങ്ങനെ മൊത്തത്തിലിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ചില സമയങ്ങളിൽ രണ്ടായിട്ട് ഭാഗമാക്കിയിട്ടും ചെയ്ത് കൊടുക്കാറുണ്ട്. എങ്ങനെ ചെയ്ത് കൊടുത്താലും നല്ല രീതിയിൽ സ്കാൽപ്പിലേക്കും മുടിയിലേക്കും മസാജിങ് നല്ല രീതിയിൽ ചെല്ലുമ്പോഴാണ് നമ്മുടെ മുടി നല്ല രീതിയിൽ വളരുന്നത്. ഡെയിലി ചെയ്ത് കൊടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അതേപോലെ ആദ്യമായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നവരൊക്കെ 1 മിനിറ്റൊക്കെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ കൂടുതൽ സമയം ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതേപോലെ റൗണ്ടിൽ മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നെറ്റിഭാഗത്ത് ഞാൻ കാണിച്ചതുപോലെ റൗണ്ടിൽ വേണം നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതേപോലെ ഒരുപാട് സ്പീഡിലൊന്നും മസാജ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നത് ആദ്യത്തെ മെത്തേഡാണ്. ഇനി ഞാൻ ചെയ്യുന്ന രണ്ടാമത്തെ മെത്തേഡാണ് കാണിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മുടി ഇതേപോലെ താഴത്തേക്ക് കുനിച്ചിട്ടതിന് ശേഷം നല്ലതുപോലെ കൈവിരലുകൾ വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. റൗണ്ടിന് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ നെറ്റിഭാഗത്തെ സ്കിൻ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കാണിച്ചതുപോലെ തന്നെ നമ്മുടെ തലയൂട്ടിയിലെ സ്കിന്നും അതേപോലെ മൂവ് ആയിക്കൊണ്ടിരിക്കണം. ആ രീതിയിൽ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സ്ഥിരമായിട്ട് ചെയ്ത് കൊടുക്കണം. 2 ദിവസം ചെയ്തിട്ട് അല്ലെങ്കിൽ 3 ദിവസം ചെയ്തിട്ട് ചെയ്യാതിരിക്കരുത്. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്താലും തുടർച്ചയായിട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ടൊക്കെ പറ്റും. അതേപോലെ മുടി പൊഴിച്ചിൽ മാറും, പുതിയ പുതിയ മുടികൾ വരാൻ തുടങ്ങും. അപ്പോൾ ഇതേപോലെ ഡെയിലി മസാജ് ചെയ്ത് കൊടുക്കുക. അതേപോലെ പിന്നെ പറയാനുള്ളൊരു കാര്യം, നമ്മൾ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മുടിയിലെ ചിടക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ആദ്യമേ തന്നെ ചിടക്കൊക്കെ മാറ്റിയിട്ടാണ് മുടി ഇതേപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് മുടിയിൽ പുതിയ പുതിയ ചിടക്കുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കൈവിരലുകൾ വെച്ചിട്ട് ചിടക്കൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. നമ്മൾ ഈ ചെയ്യുന്ന രണ്ടാമത്തെ മെത്തേഡിൽ മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നതും നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കുന്നതും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ 2 മെത്തേഡിലും മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ 2 രീതിയിലും മുടി വളർത്തിയെടുക്കാൻ പറ്റും. നമ്മൾ ഈ രണ്ടാമത് ചെയ്യുന്ന മെത്തേഡ് ഒന്നുകൂടി മുടി വളരാൻ വളരെയധികം നല്ലതാണ്. അപ്പോൾ എൻ്റെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് ഈ ഒരു മസാജിങ് സഹായിച്ചിട്ടുണ്ട്. ഈ 2 രീതിയിൽ മസാജ് ചെയ്തതിലൂടെയാണ് എൻ്റെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റിയത്. അപ്പം അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പം മുടി വളർത്താൻ ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാരും ഈ 2 മസാജിങ് ഒന്ന് ചെയ്ത് നോക്കുക. എൻ്റെ മുടി നല്ല രീതിയിൽ നീളം വെച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ ഉള്ളുമുണ്ട്. അപ്പം ഇങ്ങനെയൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക. അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ.
അപ്പോൾ മുടി വളർത്താൻ ഇഷ്ടമില്ലാത്ത ആരാണുള്ളതല്ലേ? മുടി വളർത്താൻ ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാരും ഈ ടിപ്സുകളൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ വീണ്ടും മുടി വളർച്ചയ്ക്ക് പറ്റിയ പുതിയ പുതിയ ടിപ്സുകളുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നാളെ വീണ്ടും കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.